പ്ലസ് ടു മാത്തമാറ്റിക്സിൻ്റെ എക്സാം സ്പെഷ്യൽ കോച്ചിങ് ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വെക്റ്റർ ആൾജിബ്ര എന്ന് പറയുന്ന ചാപ്റ്ററാണ് സ്റ്റാർട്ട് ചെയ്തത്. അതിലെ കുറേയധികം ഫോർമുലാസുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ആ ഫോർമുലകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസുകൾ അവിടെ ഡിസ്കസ് ചെയ്തിരുന്നു. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത അതേ കാര്യങ്ങൾ തന്നെ വരുന്ന ക്വസ്റ്റ്യൻസുകളും ഈ ക്ലാസ്സിൽ ചിലപ്പോൾ ഉൾപ്പെട്ടിട്ടുണ്ടായിരിക്കും. എന്തായാലും രണ്ട് ക്ലാസ്സിലും കൂടി 7+7 14 ക്വസ്റ്റ്യൻസുകളാണ് നിങ്ങൾ നല്ലതുപോലെ പഠിക്കേണ്ടി വരിക. ഈ 14 എണ്ണത്തിൽ ചിലപ്പോൾ ഒന്നാമത്തെയും രണ്ടാമത്തെയും ക്വസ്റ്റ്യൻസുകൾ ഒരേ മോഡലായിരിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു മോഡൽ അവിടെ പഠിച്ചു കഴിഞ്ഞാൽ മറ്റേതും നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റണം. അങ്ങനെ ഒരേ മോഡലിൽ വരുന്ന ഒന്നിലധികം ചോദ്യങ്ങൾ ഇതിലുണ്ടായിരിക്കും. എന്തായാലും ഈ 14 ക്വസ്റ്റ്യൻസുകളാണ് നിങ്ങൾ നല്ലതുപോലെ ചെയ്ത് പഠിക്കേണ്ടത്. ഇത് ചെയ്ത് പഠിച്ചാലുള്ളൊരു ഗുണം, അടുത്ത ചാപ്റ്ററായ 3 ഡയമെൻഷൻ ജോമെട്രി എന്ന് പറയുന്നതിലെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന സെക്ഷൻ പഠിക്കുവാൻ ആവശ്യമായിട്ട് വരുന്ന എല്ലാ ബേസിക് ഐഡിയകളും നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ നിർബന്ധമായും 14 ചോദ്യങ്ങളും നിങ്ങൾ നല്ലതുപോലെ ചെയ്ത് പഠിക്കുക, ചോദ്യം എടുക്കുക, എന്നിട്ട് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് തനിയെ എഴുതി നോക്കുക. നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ആൻസറും വീഡിയോയിൽ പറയുന്ന ആൻസറും ഒരുപോലെയല്ലേ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുക. അങ്ങനെ തന്നെ വേണം പഠിക്കാൻ, എഴുതി പഠിക്കുക തന്നെ വേണം. എഴുതി പഠിച്ചില്ലെങ്കിൽ നമ്മൾക്ക് പരീക്ഷയ്ക്ക് പോകുമ്പോൾ പല സ്റ്റെപ്പുകളിൽ വെച്ച് നമുക്ക് സംശയങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ഡിഫിക്കൽട്ടി ഓവർകം ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ എന്ത് ചെയ്യണം? എഴുതി പഠിക്കുക തന്നെ വേണം. ഒരു തവണയെങ്കിലും നിങ്ങൾക്കറിയാവുന്ന ചോദ്യമാണെങ്കിൽ പോലും അതൊന്ന് കാണാതെ എഴുതി നോക്കുക തന്നെ വേണം. ഓക്കെ, നമുക്കിനി കൂടുതൽ ചോദ്യങ്ങളിലേക്കൊന്ന് പോയി നോക്കാം. ഒന്നാമത്തെ ചോദ്യം ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്, the position vectors of 3 points a, b, c are given to be I plus 3j plus 3k, 4i plus 4k and minus 2i plus 4j plus 2k respectively. 3 പോയിന്റുകളുടെ പൊസിഷൻ വെക്ടേഴ്സുകൾ നമുക്ക് തന്നിട്ടുണ്ട്. ഒന്നാമത്തെ ചോദ്യം എ ബി എന്ന് പറയുന്ന വെക്ടർ കാണണം, അതുപോലെ എ സി എന്ന് പറഞ്ഞ വെക്ടർ കാണണം. രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ പറയുന്നത് എ ബി എന്ന് പറഞ്ഞ വെക്ടറിന്റെയും എ സി എന്ന് പറയുന്ന വെക്ടറിന്റെയും ഇടയിലുള്ള ആംഗിൾ എന്ന് പറയുന്ന കാര്യം കണ്ടുപിടിക്കണം. മൂന്നാമത്തെ ചോദ്യം പറയുന്നത് വെക്ടർ എ ബി ക്രോസ് വെക്ടർ എ സി കണ്ടുപിടിക്കണം. നാലാമത്തെ ചോദ്യം പറയുന്നത് ഫൈൻഡ് എ വെക്ടർ വിച്ച് ഈസ് പെർപെൻഡിക്കുലർ ടു ബോത്ത് വെക്ടർ എ ബി ആൻഡ് വെക്ടർ എ സി ഹാവിംഗ് മാഗ്നിറ്റ്യൂഡ് 9 യൂണിറ്റ്സ്. നമുക്കൊരു വെക്ടറാണ് കണ്ടെത്തേണ്ടത്. ആ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് 9 യൂണിറ്റ്സ് ആയിരിക്കണം. കൂടാതെ ആ വെക്ടർ എന്ന് പറയുന്നത് എ ബി വെക്ടറിനും എ സി വെക്ടറിനും പെർപെൻഡിക്കുലർ ആയിരിക്കണം. ഈ മോഡൽ ചോദ്യമൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. എന്തായാലും നമുക്ക് ഒന്നുകൂടി വർക്ക് ചെയ്ത് നോക്കാം. ഗിവൺ കണ്ടീഷൻസുകളിലേക്ക് പോകുമ്പോൾ 3 പോയിന്റുകളുടെയും പൊസിഷൻ വെക്ടർ തന്നിട്ടുണ്ട്. I plus 3j plus 3k, 4i plus 4k, minus 2i plus 4j plus 2k എന്ന് പറയുന്ന കാര്യം. നമുക്ക് ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യനിൽ ആദ്യം ചെയ്യേണ്ടത് വെക്ടർ എ ബി. വെക്ടർ എ ബി ചെയ്യണം എന്നുണ്ടെങ്കിൽ പൊസിഷൻ വെക്ടർ ഓഫ് ബി മൈനസ് പൊസിഷൻ വെക്ടർ ഓഫ് എ, ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ബി വെക്ടറിൽ നിന്നും എ വെക്ടർ എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഇത് പൊസിഷൻ വെക്ടർ ഓഫ് എ ആണ്, ഇത് പൊസിഷൻ വെക്ടർ ഓഫ് ബി ആണ്, ഇത് പൊസിഷൻ വെക്ടർ ഓഫ് സി എന്ന് പറയുന്ന കാര്യമാണ്. വിച്ച് ഇസ് ഈക്വൽ ടു പൊസിഷൻ വെക്ടർ ഓഫ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4i plus 4k. ഇവിടെ നിന്നും എന്ത് മൈനസ് ചെയ്യണം? I plus 3j plus 3k മൈനസ് ചെയ്യണം. രണ്ട് വെക്ടറുകൾ മൈനസ് ചെയ്യണമെങ്കിൽ കറസ്പോണ്ടിങ് ആയി കാണുന്ന i, j, k ടേമുകൾ എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. 4iയിൽ നിന്നും i മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി നിൽക്കുന്നത് 3i. ഇവിടെ ജെയിന്റെ ടേം ഇല്ല, അപ്പോൾ 0j ഉണ്ട് എന്ന് സങ്കല്പിക്കുക. 0jയിൽ നിന്നും 3j മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് 3j. 4kയിൽ നിന്നും 3k മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് k മാത്രം. അപ്പോൾ വെക്ടർ എ ബി എന്ന് പറയുന്ന ആശയം കണ്ടെത്തി കഴിഞ്ഞു. ചെയ്തിരിക്കുന്ന കാര്യം എന്താണ്? പൊസിഷൻ വെക്ടർ ഓഫ് ബിയിൽ നിന്നും പൊസിഷൻ വെക്ടർ ഓഫ് എ എന്ന് പറയുന്ന കാര്യം മൈനസ് ചെയ്യുന്നു. മൈനസ് ചെയ്യാൻ വേണ്ടി ചെയ്തത് എന്താണ്? ഐന്റെ ടേമുകൾ മൈനസ് ചെയ്യുക, ജെയിന്റെ ടേമുകൾ മൈനസ് ചെയ്യുക, കെയുടെ ടേമുകൾ മൈനസ് ചെയ്യുക. ഓക്കെ, അടുത്തത് വെക്ടർ എ സി എന്ന് പറഞ്ഞ കാര്യം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. തൊട്ട് മുകളിൽ എഴുതിയ അതേ ആശയപ്രകാരം ഇവിടെ എന്താണ് വരിക? പൊസിഷൻ വെക്ടർ ഓഫ് സി മൈനസ് പൊസിഷൻ വെക്ടർ ഓഫ് എ. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് സി എന്ന് പറയുന്ന പൊസിഷൻ വെക്ടർ ഇതാണ് വരുന്നത്. അവിടെ നിന്നും എന്ത് ചെയ്യുക? എന്റെ പൊസിഷൻ വെക്ടർ മൈനസ് ചെയ്യുക. മൈനസ് 2i മൈനസ് i മൈനസ് 3i, 4j മൈനസ് 3j പ്ലസ് j, 2k മൈനസ് 3k മൈനസ് k. ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. വെക്ടർ എ ബി കണ്ടുപിടിച്ചു, വെക്ടർ എ സി എന്ന് പറഞ്ഞ ആശയം നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു.
രണ്ടാമത്തെ സബ് ക്വസ്റ്റിലേക്ക് പോകുമ്പോൾ വെക്ടർ എ ബിയുടെയും വെക്ടർ എ സിയുടെയും ഇടയിലുള്ള ആംഗിൾ ആണ് കണ്ടുപിടിക്കാനുള്ളത്. നമുക്ക് വെക്ടർ എയുടെയും വെക്ടർ ബിയുടെയും ഇടയിലുള്ള ആംഗിൾ ആണെന്നുണ്ടെങ്കിൽ ഫോർമുല വരുന്നത് എന്താണ്? തീറ്റ ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് എ ഡോട്ട് ബി ബൈ മാഗ്നിറ്റ്യൂഡ് എ മാഗ്നിറ്റ്യൂഡ് ബി. ഇതാണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന ഫോർമുല. ഇതിനൊന്ന് എഡിറ്റ് ചെയ്ത് എഴുതാൻ അറിയണം. നമുക്ക് എയുടെയും ബിയുടെയും ഇടയിലുള്ള ആംഗിൾ അല്ല വേണ്ടത്, വെക്ടർ എ ബിക്കും വെക്ടർ എ സിക്കും ഇടയിലുള്ള ആംഗിൾ ആണ് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഈ ഫോർമുല എന്തായിട്ട് മാറും? കോസ് ഇൻവേഴ്സ് വെക്ടർ എ ബി ഡോട്ട് വെക്ടർ എ സി ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് എ ബി ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് എ സി. ഇനി നമുക്ക് അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ കണ്ടുപിടിക്കാനുണ്ട്? വെക്ടർ എ ബിയും വെക്ടർ എ സിയും മാത്രമേ ഇപ്പം നമുക്കറിയുള്ളൂ. അപ്പോൾ അവയുടെ ഡോട്ട് പ്രോഡക്റ്റ് കണ്ടുപിടിക്കണം. ആദ്യം നമ്മളത് ചെയ്യാണ്. വെക്ടർ എ ബി ഡോട്ട് വെക്ടർ എ സി ഈക്വൽ ടു, രണ്ട് വെക്ടറുകൾ എങ്ങനെയാണ് ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുക? ഐ ജെ കെ കോഎഫിഷ്യന്റുകൾ മൾട്ടിപ്ലൈ ചെയ്യുക, ആഡ് ചെയ്യുക. ഇവിടെ ഐൻ്റെ കോഎഫിഷ്യന്റ് 3, ഇവിടെ ഐൻ്റെ കോഎഫിഷ്യന്റ് -3. അപ്പോൾ 3 ഇൻറ്റു -3 പ്ലസ് ജെയിൻ്റെ കോഎഫിഷ്യന്റ് -3, ജെയിൻ്റെ കോഎഫിഷ്യന്റ് 1, -3 ഇൻറ്റു 1 പ്ലസ് കെയിൻ്റെ കോഎഫിഷ്യന്റ് 1, കെയിൻ്റെ കോഎഫിഷ്യന്റ് -1, 1 ഇൻറ്റു -1 വിച്ച് ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു -3 എന്ന് പറഞ്ഞാൽ -9 പ്ലസ് -3 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ -3 പ്ലസ് 1 ഇൻറ്റു -1 എന്ന് പറഞ്ഞാൽ -1. എല്ലാം ഒരേ സിമ്പിളാണ്. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ -13 എന്ന് പറഞ്ഞ് കിട്ടുന്നു. ഇപ്പോൾ നമുക്ക് ഡോട്ട് പ്രോഡക്റ്റ് ആയി. അടുത്തത് മാഗ്നിറ്റ്യൂഡ് എ ബി എന്ന് പറയുന്ന ആശയം കണ്ടുപിടിക്കുക. മാഗ്നിറ്റ്യൂഡ് എങ്ങനെ കണ്ടുപിടിക്കുക? റൂട്ട് ഓഫ് ഐ ജെ കെ കോഎഫിഷ്യന്റുകൾ നോക്കുക, സ്ക്വയർ ചെയ്യുക, ആഡ് ചെയ്യുക. 3 എന്ന് പറയുന്നതിൻ്റെ സ്ക്വയർ 9 പ്ലസ് -3ൻ്റെ സ്ക്വയർ 9 പ്ലസ് 1ൻ്റെ സ്ക്വയർ 1 വിച്ച് ഇസ് ഈക്വൽ ടു റൂട്ട് 19. മാഗ്നിറ്റ്യൂഡ് എ സി ഈക്വൽ ടു റൂട്ട് ഓഫ് -3ൻ്റെ സ്ക്വയർ 9 പ്ലസ് 1ൻ്റെ സ്ക്വയർ 1 പ്ലസ് -1ൻ്റെ സ്ക്വയർ 1 വിച്ച് ഇസ് ഈക്വൽ ടു റൂട്ട് 11. ഇപ്പോൾ നമ്മൾക്ക് എ ബി ഡോട്ട് എ സി ആയി, മാഗ്നിറ്റ്യൂഡ് എ ബി ആയി, മാഗ്നിറ്റ്യൂഡ് എ സി ആയി. നേരെ എന്ത് ചെയ്യുക? നമ്മുടെ ഫോർമുലയിൽ കൊണ്ടുപോയി എഡിറ്റ് ചെയ്യുകയാണ്. ഫോർമുലയിൽ കൊണ്ടുപോയി എഡിറ്റ് ചെയ്യുമ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് എ ബി ഡോട്ട് എ സിക്ക് പകരം നമുക്ക് കിട്ടിയ ആൻസർ -13 ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് എ ബി റൂട്ട് 19, മാഗ്നിറ്റ്യൂഡ് എ സി റൂട്ട് 11. നമുക്ക് വേണമെങ്കിൽ ഇതിനെ കോസ് ഇൻവേഴ്സ് -13 ഡിവൈഡഡ് ബൈ താഴെ കിടക്കുന്ന ശരിക്കും എന്താണ്? റൂട്ട് എ ഇൻറ്റു റൂട്ട് ബി എന്ന് പറഞ്ഞ ഫോർമുലയാണ്. അപ്പോൾ റൂട്ട് എ ബി എന്ന് പറഞ്ഞ് എഴുതാം. അതായത് ഈ 19ഉം 11ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ആൻസർ റൂട്ട് ഓഫ് എന്ന് പറഞ്ഞ് എഴുതി വയ്ക്കുകയും ചെയ്യാം. അങ്ങനെ ഒരു സിംപ്ലിഫിക്കേഷൻ കൂടി വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ ഇതുവരെ എഴുതിയിട്ടാൽ തന്നെ നിങ്ങൾക്ക് മാക്സിമം മാർക്കും കിട്ടും. അതുകൊണ്ട് നമ്മൾ ആ സ്റ്റെപ്പ് വരെ പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യുകയാണ്. തേർഡ് ക്വസ്റ്റ്യനിൽ നമുക്ക് ചെയ്യാനുള്ളത് വെക്ടർ എ ബിയും വെക്ടർ എ സിയും എന്ത് ചെയ്യണം? ക്രോസ് ചെയ്യണം. വെക്ടർ എ ബി നമുക്കറിയാം, വെക്ടർ എ സിയും അറിയാം. അപ്പോൾ വെക്ടർ എ ബി ക്രോസ് വെക്ടർ എ സി ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഐ ജെ കെ. അടുത്ത റോ എന്ന് പറയുന്നത് എ ബി എന്ന് പറഞ്ഞ വെക്ടറിന്റെ ഐ ജെ കെ കോഎഫിഷ്യന്റ് 3 -3 1. എ സി എന്ന് പറഞ്ഞ വെക്ടറിന്റെ ഐ ജെ കെ കോഎഫിഷ്യന്റ് -3 1 -1 വിച്ച് ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു ഡിറ്റർമിനന്റ്. ഐ നിൽക്കുന്ന കോളം ഡിലീറ്റ് ചെയ്യുക, റോ ഡിലീറ്റ് ചെയ്യുക. ബാക്കി വരുന്നത് ഡിറ്റർമിനന്റ് -3 1 -1 മൈനസ് ജെ ഇൻറ്റു ഡിറ്റർമിനന്റ് 3 1 -3 -1 പ്ലസ് കെ ഇൻറ്റു ഡിറ്റർമിനന്റ് 3 -3 -3 1. എല്ലാം ചെയ്യുന്നത് എങ്ങനെയാണ്? ഫസ്റ്റ് റോയിനെ അടിസ്ഥാനമാക്കി നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നു. ഐ എന്ന് പറയുന്ന കാര്യം ആദ്യം എഴുതുന്നു. ഐ നിൽക്കുന്ന റോയും കോളം ഡിലീറ്റ് ചെയ്യുന്നു. ബാക്കി വരുന്ന ഡിറ്റർമിനന്റ് എഴുതുന്നു, മൈനസ് ഇടുന്നു. അതിനുശേഷം സെക്കൻഡ് എലമെന്റ് ആയ ജെ എന്ന് പറയുന്ന കാര്യം എഴുതുന്നു. ജെ നിൽക്കുന്ന റോയും കോളവും ഡിലീറ്റ് ചെയ്യുന്നു. ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 3 1 -3 -1 ആ ഡിറ്റർമിനന്റ് അവിടെ എഴുതുന്നു. പ്ലസ് കെ എന്ന് പറഞ്ഞ കാര്യം എഴുതുന്നു. കെ നിൽക്കുന്ന റോയും കോളം ഡിലീറ്റ് ചെയ്യുന്നു. ബാക്കി വരുന്ന ഡിറ്റർമിനന്റ് 3 -3 -3 1. ഇനി ഒന്ന് അതിനെ സിംപ്ലിഫൈ ചെയ്യുകയാണ്. ഐ ഇൻറ്റു -3 ഇൻറ്റു -1 പ്ലസ് 3 ആണ് വരിക. -1 ഇൻറ്റു 1 1 മൈനസ് ജെ ഇൻറ്റു 3 ഇൻറ്റു -1 എന്ന് പറയുന്നത് -3 മൈനസ് -3 ഇൻറ്റു 1 എന്ന് പറയുന്നത് -3 പ്ലസ് കെ ഇൻറ്റു 3 ഇൻറ്റു 1 3 മൈനസ് -3 ഇൻറ്റു -3 എന്ന് പറഞ്ഞാൽ +9 ആണ് വരിക. വിച്ച് ഇസ് ഈക്വൽ ടു ഇവിടെ 2 ആണ് വരിക. 2 ഇൻറ്റു ഐ എന്ന് പറഞ്ഞാൽ 2i. -3 മൈനസ് -3 എന്ന് പറഞ്ഞാൽ ഇത് 0 ആണ് കിട്ടുക. അതുകൊണ്ട് തന്നെ ഈ ടേം നമുക്ക് എന്ത് എഴുതാം? 0j എന്ന് പറഞ്ഞ് എഴുതാം. അത് മൈനസ് ആയാലും പ്ലസ് ആയാലും നമുക്ക് പ്രശ്നമൊന്നുമില്ല. 3 - 9 എന്ന് പറഞ്ഞാൽ -6 ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? -6k എന്ന് പറഞ്ഞിട്ട് എഴുതാം.
ഇപ്പോൾ നമ്മൾക്ക് എ ബി ക്രോസ് എ സി എന്ന് പറഞ്ഞ കാര്യം കിട്ടിക്കഴിഞ്ഞു. ഇനി ലാസ്റ്റ് സബ് ക്വസ്റ്റ്യൻ നമുക്ക് പറഞ്ഞിരിക്കുന്നത് എ ബി ക്രോസ് എ സി കിട്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു വെക്ടറാണ്. ആ വെക്ടറിന്റെ പ്രത്യേകത ശരിക്കും എന്താണ്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു. ആ വെക്ടർ എന്ന് പറയുന്നത് എ ബി വെക്ടറിനും എ സി വെക്ടറിനും എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ ഈ കിട്ടിയിരിക്കുന്നത് എന്താണ്? ശരിക്കും എ ബിക്കും എ സിക്കും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടറാണ് കിട്ടിയിരിക്കുന്നത്. നാലാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചോദിച്ചിരിക്കുന്നത് എന്താണ്? എ ബി വെക്ടറിനും എ സി വെക്ടറിനും പെർപെൻഡിക്കുലർ ആവുകയും അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 9 യൂണിറ്റ് ആവുകയും ചെയ്യുന്ന വെക്ടറാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ മുൻപിൽ ഇപ്പോൾ എന്തുണ്ട്? എ ബിക്കും എ സിക്കും പെർപെൻഡിക്കുലർ ആയ വെക്ടർ എന്ന് പറയുന്ന ആശയം കിട്ടിയിട്ടുണ്ട്. നമുക്കിനി അത് എന്താക്കിയാൽ മതി? അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 9 യൂണിറ്റിലേക്ക് കണക്ട് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ നാലാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ആയിട്ട് പറയുകയും ചെയ്യാം. ആ പെർപെൻഡിക്കുലർ ആയി നിൽക്കുന്ന വെക്ടറിൻ്റെ യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കുക. അതിനുശേഷം അതിനെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തായി? നമുക്ക് എന്താണോ കണ്ടെത്തേണ്ടത് ആ വെക്ടറിലേക്ക് എത്തുകയും ചെയ്യും. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെക്ടറിൻ്റെ യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞ ആശയം കണ്ടുപിടിക്കുക. യൂണിറ്റ് വെക്ടർ ഏത് വെക്ടറിനെയാണ് കണ്ടുപിടിക്കുന്നത്? 2i - 0j - 6k അല്ലെങ്കിൽ 2i - 6k എന്ന് പറഞ്ഞ കാര്യം മാത്രം എഴുതിയാലും മതി. കാരണം ജെയിൻ്റെ ടൈം ഇല്ല അവിടെ. ഓക്കെ, യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ്? ഏത് വെക്ടറിൻ്റെയാണോ യൂണിറ്റ് വെക്ടർ കാണേണ്ടത് അതിനെ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക? 2i - 0j - 6k ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 2ന്റെ സ്ക്വയർ 4, 0ന്റെ സ്ക്വയർ 0, -6ന്റെ സ്ക്വയർ 36, വിച്ച് ഇസ് ഈക്വൽ ടു 2i - 6k ഡിവൈഡഡ് ബൈ റൂട്ട് 4 + 36 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 40. അപ്പോൾ 2i - 6k ഡിവൈഡഡ് ബൈ റൂട്ട് 40. ഇതാണ് യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞ ആശയം കിട്ടിയിരിക്കുന്നത്. നമുക്ക് കണ്ടെത്തേണ്ട വെക്ടർ യൂണിറ്റ് വെക്ടർ അല്ല. എന്താണ് കണ്ടുപിടിക്കാനുള്ളത്? 9 യൂണിറ്റ് മാഗ്നിറ്റ്യൂഡ് വരുന്ന വെക്ടറാണ് കണ്ടുപിടിക്കാനുള്ളത്. അങ്ങനെയാണെങ്കിൽ റിക്വയർഡ് വെക്ടർ എന്ന് പറയുന്നത് എന്തായിരിക്കും? therefore റിക്വയർഡ് വെക്ടർ ഈസ്, ഇപ്പോൾ കിട്ടിയ യൂണിറ്റ് വെക്ടറിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 9 × 2i - 6k ഡിവൈഡഡ് ബൈ റൂട്ട് 40. 9 ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതിനെ നമുക്ക് 18i - 54k ഡിവൈഡഡ് ബൈ റൂട്ട് 40 എന്ന് പറഞ്ഞെഴുതാം. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്വസ്റ്റൻ ആണ്. എ വെക്ടർ എന്ന് പറയുന്നതും ബി വെക്ടർ എന്ന് പറയുന്നതും നമുക്ക് തന്നിട്ടുണ്ട്. ആദ്യത്തെ ചോദ്യം എ പ്ലസ് ബിയും എ മൈനസ് ബിയും കണ്ടുപിടിക്കണം. രണ്ടാമത്തെ ചോദ്യം പറയുന്നത് എ പ്ലസ് ബി എന്ന് പറഞ്ഞ വെക്ടറിനും എ മൈനസ് ബി എന്ന് പറഞ്ഞ വെക്ടറിനും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കണം. ഇതാണ് ക്വസ്റ്റിൻ്റെ മീനിങ് വരുന്നത്. നമുക്ക് ഒന്നാമത്തെ സബ് ക്വസ്റ്റിലേക്ക് ഒന്ന് പോയി നോക്കാം. എ പ്ലസ് ബി എന്ന് പറഞ്ഞ കാര്യം കണ്ടുപിടിക്കണം. അതായത് രണ്ട് വെക്ടറുകൾ ആഡ് ചെയ്യണം. കറസ്പോണ്ടിങ് ആയ ഐ ടേം, ജെ ടേം, കെ ടേം ആഡ് ചെയ്യുക. 3i + i എന്ന് പറയുന്നത് 4i, 2j + 2j എന്ന് പറയുന്നത് 4j, 2k + -2k എന്ന് പറയുമ്പോൾ 0k. ഇതിനെ നമുക്ക് 4i + 4j എന്ന് മാത്രം എഴുതാം. കെയുടെ ടൈം ഇല്ല എന്നുള്ള അർത്ഥത്തിൽ. വെക്ടർ എ മൈനസ് വെക്ടർ ബി ഈക്വൽ ടു 3i നിന്ന് i മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 2i, 2jയിൽ നിന്ന് 2j മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 0j, 2kയിൽ നിന്ന് -2k മൈനസ് ചെയ്താൽ, പ്രത്യേകം ശ്രദ്ധിക്കണം, 2kയിൽ നിന്ന് -2k മൈനസ് ചെയ്താൽ, അപ്പോൾ 2 മൈനസ് വരുമ്പോൾ പ്ലസ് ആവും. അപ്പോൾ നമ്മളിവിടെ എഴുതേണ്ടത് എന്താണ്? +4k. മുൻപേ പറഞ്ഞ പോലെ തന്നെ ഇതിനെ നമുക്ക് വേണമെങ്കിൽ 2i + 4k എന്ന് പറഞ്ഞ് കണക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ മുൻപിൽ വെക്ടർ എ പ്ലസ് വെക്ടർ ബി ഉണ്ട്, വെക്ടർ എ മൈനസ് വെക്ടർ ബി എന്ന് പറഞ്ഞ ആശയമുണ്ട്. അതായത് ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി. ഇനി രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യനിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടത് എ പ്ലസ് ബിക്കും എ മൈനസ് ബിക്കും പെർപെൻഡിക്കുലർ ആയ യൂണിറ്റ് വെക്ടറാണ്. ആദ്യം നമ്മൾ ആലോചിക്കേണ്ടത് എ പ്ലസ് ബിക്കും എ മൈനസ് ബിക്കും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടറാണ്. അങ്ങനെ ഒരു വെക്ടർ കിട്ടണമെന്നുണ്ടെങ്കിൽ എ പ്ലസ് ബിയും എ മൈനസ് ബിയും തമ്മിൽ എന്ത് ചെയ്താൽ മതി? ക്രോസ് ചെയ്താൽ മതി. ക്രോസ് ചെയ്യുന്ന സമയത്ത് വെക്ടർ എ പ്ലസ് വെക്ടർ ബി ക്രോസ് വെക്ടർ എ മൈനസ് വെക്ടർ ബി ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് ഐ ജെ കെ. എ പ്ലസ് ബി എന്ന് പറഞ്ഞ വെക്ടറിന്റെ ഐ ജെ കെ കോഎഫിഷ്യന്റ് 4 4 0. എ മൈനസ് ബി എന്ന് പറയുന്നതിന്റെ ഐ ജെ കെ കോഎഫിഷ്യന്റ് 2 0 4. ഡിറ്റർമിനന്റ് നമ്മളൊന്ന് എക്സ്പാൻഡ് ചെയ്യാണ്. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഐ ഇൻറ്റു ഐ നിൽക്കുന്ന റോയും കോളൊക്കെ ഡിലീറ്റ് ചെയ്യുക. ബാക്കി വരുന്നത് 4 0 0 4 എന്ന് പറയുന്ന ഡിറ്റർമിനന്റ് മൈനസ് ജെ ഇൻറ്റു
ജെ നിൽക്കുന്ന കോളം റോയും ഡിലീറ്റ് ചെയ്യുക. ബാക്കി വരുന്നത് ഡിറ്റർമിനന്റ് 4024 പ്ലസ് കെ ഇൻറ്റു ഡിറ്റർമിനന്റ് 4420 which is equal to I into 16 minus 0 minus j into 16 minus 0 plus k into 0 minus 8 which is equal to 16i minus 16j minus 8k. അപ്പോൾ നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത് എ പ്ലസ് ബിക്കും എ മൈനസ് ബിക്കും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടറാണ്. നമുക്കിനി കണ്ടെത്തേണ്ടത് എന്താ? ഈ വെക്ടറിന്റെ യൂണിറ്റ് വെക്ടറാണ് കണ്ടുപിടിക്കാനുള്ളത്. കാരണം ഇത് എ പ്ലസ് ബിക്കും എ മൈനസ് ബിക്കും പെർപെൻഡിക്കുലർ ആണ്. നമുക്ക് പെർപെൻഡിക്കുലർ ആയ യൂണിറ്റ് വെക്ടറാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ഫോർമുല എഴുതാൻ സൗകര്യത്തിന് വേണ്ടി ഞാൻ ഇതിനെ ഒരു സി വെക്ടർ എന്ന് വിളിക്കുകയാണ്. സി വെക്ടർ എന്ന് പറഞ്ഞ് വിളിക്കുകയാണെങ്കിൽ നമുക്കിനി കണ്ടുപിടിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് എന്താണ്? സി ക്യാപ്പ് എന്ന് പറയുന്ന കാര്യമാണ് കണ്ടുപിടിക്കേണ്ടി വരിക. സി ക്യാപ്പ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല സി വെക്ടർ ബൈ മാഗ്നിറ്റ്യൂഡ് സി. ഇതിലെ സി വെക്ടർ എന്ന് പറയുന്നത് നമുക്കറിയാം 16i മൈനസ് 16j മൈനസ് 8k ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് സി എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 16ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 256 പ്ലസ് അടുത്തതും 16ന്റെ സ്ക്വയർ ആണ് വരിക 256 പ്ലസ് മൈനസ് 8 എന്ന് പറയുന്നതിന്റെ സ്ക്വയർ 64. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ആ റൂട്ടിനകത്ത് കിടക്കുന്ന നമ്പറുകളെല്ലാം ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്യുന്ന സമയത്ത് സി ക്യാപ്പ് എന്ന് പറയുന്ന കാര്യം 16i മൈനസ് 16j minus 8k divided by root 512 plus 60 572 576 എന്ന് പറയുന്ന ആശയം കിട്ടുന്നു. 576 എന്ന് പറയുന്നത് എന്താണ്? 24 എന്ന് പറയുന്നതിന്റെ റൂട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ഘട്ടത്തിൽ ഇതിനെ എന്ത് ചെയ്യാം? 16i മൈനസ് 16j മൈനസ് 8k ഡിവൈഡഡ് ബൈ 24. നമുക്ക് ഇനിയും ഇതിനെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. രണ്ടിലും കോമൺ ആയി നിൽക്കുന്ന നമ്പറുകൾ ക്യാൻസൽ ചെയ്തുകൊണ്ട് 24 കൊണ്ടുള്ള ഡിവിഷൻ മൊത്തം ചെയ്യുന്നതിന് പകരം സെപ്പറേറ്റ് ആക്കിക്കൊണ്ട് എന്ത് ചെയ്യാം? നമുക്ക് ഇതിനെ ഇനി മോഡിഫൈ ചെയ്യാം. തൽക്കാലം നമ്മൾ ഇവിടെ വെച്ച് നിർത്തുകയാണ്. മോഡിഫൈ ചെയ്യാൻ പറ്റും എന്ന് ഉറപ്പുള്ളവർക്ക് എന്ത് ചെയ്യാം? അത് മോഡിഫൈ ചെയ്ത് മുമ്പിലേക്ക് എഴുതാം. എഴുതിയില്ലെങ്കിലും ഇതുവരെ എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് ഈ വർഷം മാക്സിമം മാർക്കും കിട്ടും. അടുത്ത ചോദ്യത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. കൺസിഡർ ദ ട്രയാങ്കിൾ എ ബി സി വിത്ത് വെർട്ടിസസ് A123 B-104 C012. എ ബി സി എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ, അതിൻ്റെ വെർട്ടിസസുകളുടെ കോർഡിനേറ്റ്സുകൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഒന്നാമത്തെ ചോദ്യം വെക്ടർ എ ബി കാണണം, വെക്ടർ എ സി കാണണം. രണ്ടാമത്തെ ചോദ്യം ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്ന ആശയം കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ ഇപ്പോൾ ഗിവൺ കണ്ടീഷൻസ് ആയി പറയുന്നത് പോയിന്റുകളായിട്ട് തന്നിരിക്കുന്നത് കാര്യങ്ങളാണ്. എ എന്ന് പറയുന്നത് 123 ആണ്, ബി എന്ന് പറയുന്നത് -104 ആണ്, സി എന്ന് പറയുന്നത് 012 എന്ന് പറഞ്ഞ കാര്യമാണ്. ഒന്നാമത്തെ സബ് ക്വസ്റ്റിലേക്ക് പോകുമ്പോൾ വെക്ടർ എ ബി എന്ന് പറഞ്ഞ കാര്യം എഴുതണം. ഈ വെക്ടർ എ ബി എഴുതണമെങ്കിൽ തൊട്ടുമുമ്പേ നമ്മൾ പറഞ്ഞത് പൊസിഷൻ വെക്ടർ ഓഫ് ബി മൈനസ് പൊസിഷൻ വെക്ടർ ഓഫ് എ എന്ന് പറഞ്ഞ കാര്യമാണ്. പോയിന്റുകളായിട്ടാണ് തരുന്നതെങ്കിൽ നമുക്കിത് കണ്ടുപിടിക്കാൻ ഒന്നുകൂടി എളുപ്പമാണ്. ഇവിടെ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ബി എന്ന് പറയുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ്സിൽ നിന്നും എ എന്ന് പറയുന്നതിന്റെ കോർഡിനേറ്റ്സ് മൈനസ് ചെയ്യുക. അത് മൈനസ് ചെയ്യുമ്പോൾ ആദ്യം എക്സ് കോർഡിനേറ്റ് മൈനസ് ചെയ്യുക, പിന്നെ വൈ കോർഡിനേറ്റ് മൈനസ് ചെയ്യുക, പിന്നെ സെറ്റ് കോർഡിനേറ്റ് മൈനസ് ചെയ്യുക. അങ്ങനെ മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് -1 -1 കോമ 0 -2 4 -3. ജസ്റ്റ് ആ മൈനസ് ചെയ്യുന്ന ഒരു ലോജിക്ക് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഇനി ഞാനൊന്ന് സിംപ്ലിഫൈ ചെയ്യാണ്. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ -1 -1 എന്ന് പറഞ്ഞാൽ -2, 0 -2 എന്ന് പറഞ്ഞാൽ -2, 4 -3 എന്ന് പറഞ്ഞാൽ 1. ഇതിനെ വെക്റ്റർ ആക്കി റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഇതിനെ ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇതിനെ ജെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇതിനെ കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്താ കിട്ടുക? -2i -2j + k. ഇതേപോലെ വെക്ടർ എ സി എന്ന് പറഞ്ഞ ആശയം നമ്മൾ കണ്ടുപിടിക്കുന്നു. വെക്ടർ എ സി കണ്ടുപിടിക്കണമെങ്കിൽ പൊസിഷൻ വെക്ടർ ഓഫ് സി മൈനസ് പൊസിഷൻ വെക്ടർ ഓഫ് എ. ഇവിടെ ചെയ്യേണ്ടത് എന്താണ്? സി എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്നും എ എന്ന് പറഞ്ഞ പോയിന്റ് മൈനസ് ചെയ്യുക. എക്സ് കോർഡിനേറ്റ് മൈനസ് ചെയ്യുമ്പോൾ 0 -1 കോമ 1 -2 കോമ 2 -3. ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ -1 കോമ -1 കോമ -1. എല്ലാത്തിനെയും ഐ ജെ കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -i -j -k. ഇപ്പോൾ നമ്മൾക്ക് വെക്ടർ എ ബി എന്ന് പറഞ്ഞ കാര്യം കിട്ടിക്കഴിഞ്ഞു, വെക്ടർ എ സി എന്ന് പറഞ്ഞ കാര്യം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ സബ് ക്വസ്റ്റിൽ നമുക്ക് ചെയ്യാനുള്ളത് ട്രയാങ്കിൾ എ ബി സിയുടെ ഏരിയ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്.
ട്രയാങ്കിൾ എ ബി സിയുടെ അഡ്ജസൻറ്റ് സൈഡുകളെ റെപ്രസെൻ്റ് ചെയ്യുന്ന വെക്ടേഴ്സ് വെക്ടർ എയും വെക്ടർ ബിയും ആണെങ്കിൽ അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 1/2 മാഗ്നിറ്റ്യൂഡ് എ ക്രോസ് ബി ആണ് എന്ന് പറഞ്ഞ് ഫോർമുല കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതി തന്നിട്ടുണ്ട്. വെക്ടർ എയും വെക്ടർ ബിയും അഡ്ജസൻറ്റ് സൈഡ് ആണെങ്കിൽ ഇവിടെ നോക്കുക നിങ്ങൾ, വെക്ടർ എ ബിയും വെക്ടർ എ സിയുമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇത് ശരിക്കും എന്തായിട്ടാണ് വരിക? അഡ്ജസൻറ്റ് സൈഡുകളായിട്ടാണ് വരിക. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫിഗർ ഒന്ന് നോക്കിയാൽ മതി. എ ബി സി എന്ന് പറഞ്ഞൊരു ട്രയാങ്കിൾ നമ്മൾ വരയ്ക്കുകയാണ്. എ ബി എന്ന് പറയുന്ന വെക്ടർ ഇതാണ് വരിക, എ സി എന്ന് പറയുന്ന വെക്ടർ ഇതാണ് വരിക. ഇത് രണ്ടും എന്താണ്? അഡ്ജസൻറ്റ് സൈഡുകളെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ബി പാർട്ടിൽ കണ്ടുപിടിക്കേണ്ടത് ഏരിയ ഈക്വൽ ടു 1/2 ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് എ ബി ക്രോസ് എ സി എന്ന് പറഞ്ഞ കാര്യം ചെയ്താൽ മതി. അപ്പോൾ ഏരിയ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? എ ബി ക്രോസ് എ സി എന്ന് പറഞ്ഞ കാര്യം ചെയ്യണം. ആദ്യം നമുക്കൊന്ന് ചെയ്ത് നോക്കാം. വെക്ടർ എ ബി ക്രോസ് വെക്ടർ എ സി ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഐ ജെ കെ. വെക്ടർ എ ബി എന്ന് പറയുന്നതിൻ്റെ ഐ ജെ കെ കോഎഫിഷ്യന്റ് -2 -2 1. എ സി എന്ന് പറഞ്ഞ വെക്ടറിൻ്റെ ഐ ജെ കെ കോഎഫിഷ്യന്റ് -1 -1 -1. ഡിറ്റർമിനന്റ് ഒന്ന് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഐ ഇൻറ്റു ഡിറ്റർമിനന്റ് -2 1 -1 -1 മൈനസ് ജെ ഇൻറ്റു ഡിറ്റർമിനന്റ് -2 1 -1 -1 പ്ലസ് കെ ഇൻറ്റു ഡിറ്റർമിനന്റ് -2 -2 -1 -1. ഒക്കെ നമ്മൾ തൊട്ട് മുമ്പ് എക്സ്പാൻഡ് ചെയ്ത് അതേ ആശയം തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളൂ. ഫസ്റ്റ് റോയിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് അത് എക്സ്പാൻഡ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. വിച്ച് ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു -2 ഇൻറ്റു -1 2 മൈനസ് -1 ഇൻറ്റു 1 -1 മൈനസ് ജെ ഇൻറ്റു -2 ഇൻറ്റു -1 2 മൈനസ് -1 ഇൻറ്റു 1 -1 പ്ലസ് കെ ഇൻറ്റു -2 ഇൻറ്റു -1 2 മൈനസ് -1 ഇൻറ്റു -2 പ്ലസ് 2 വിച്ച് ഇസ് ഈക്വൽ ടു ഇത് 2 പ്ലസ് ഉണ്ടാവും, അതായത് 3i ആയിട്ട് മാറുന്നു. ഇവിടെയും 2 പ്ലസ് ഉണ്ടാവും, അപ്പോൾ അവിടെ എന്ത് വരുന്നു? 3j എന്ന് പറയുന്നത് നെഗറ്റീവ് വരുന്നു. അത് ഇവിടെ നെഗറ്റീവ് ഉള്ളത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. 2 - 2 0 ആണ്, അപ്പോൾ അവിടെ കിട്ടുന്നത് എന്താണ്? 0k എന്ന് പറയുന്ന കാര്യമാണ്. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് എ ബി ക്രോസ് എ സി ആണ്. ഫോർമുലയിൽ മാഗ്നിറ്റ്യൂഡ് എ ബി ക്രോസ് എ സി ആണ് വേണ്ടത്. അപ്പോൾ തൊട്ട് താഴെ നമ്മൾ മാഗ്നിറ്റ്യൂഡ് എ ബി ക്രോസ് എ സി എന്ന് പറയുന്ന കാര്യം ചെയ്യുകയാണ്. √3ന്റെ സ്ക്വയർ 9 പ്ലസ് -3ന്റെ സ്ക്വയർ 9 പ്ലസ് 0ന്റെ സ്ക്വയർ 0 വിച്ച് ഇസ് ഈക്വൽ ടു √18. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് മാഗ്നിറ്റ്യൂഡ് എ ബി ക്രോസ് എ സി എന്ന് പറഞ്ഞ കാര്യമാണ്. ദെർഫോർ ഏരിയ എ ഈക്വൽ ടു 1/2 ഇൻറ്റു √18 വിച്ച് ഇസ് ഈക്വൽ ടു √18/2. അടുത്ത ചോദ്യത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. എ ഡോട്ട് ബി 12 ആണെന്ന് തന്നിട്ടുണ്ട്, മാഗ്നിറ്റ്യൂഡ് എ 10 ആണെന്ന് തന്നിട്ടുണ്ട്, മാഗ്നിറ്റ്യൂഡ് ബി 2 ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മാഗ്നിറ്റ്യൂഡ് എ ക്രോസ് ബി എന്ന് പറഞ്ഞ കാര്യം നമുക്ക് കണ്ടുപിടിക്കണം. ഈ എ ക്രോസ് ബി, എ ഡോട്ട് ബി, മാഗ്നിറ്റ്യൂഡ്, ഈ പറയുന്ന കാര്യങ്ങളെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു ഫോർമുല ഓർമ്മയിൽ വെക്കാനുണ്ട്. ആ ഫോർമുലയുമായി ബേസ് ചെയ്തിട്ടാണ് നമ്മളിതിൻ്റെ ആൻസർ കണ്ടുപിടിക്കുന്നത്. ഫോർമുല എന്ന് പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. മാഗ്നിറ്റ്യൂഡ് എ ക്രോസ് ബി സ്ക്വയർ ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് എ സ്ക്വയർ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ബി സ്ക്വയർ മൈനസ് മോഡുലസ് എ ഡോട്ട് ബി സ്ക്വയർ. ഇതാണ് അവിടെ കണക്ഷൻ എന്ന് പറയുന്ന കാര്യം വരുന്നത്. ഇവിടെ നമുക്കറിയാവുന്ന ഡാറ്റകൾ അതിലേക്കൊന്ന് അപ്ലൈ ചെയ്യാണ്. ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് എ എന്ന് പറയുന്നത് 10 ആണ്, അപ്പോൾ അവിടെ എന്ത് വരും? 10 സ്ക്വയർ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ബി എന്ന് പറയുന്നത് 2 ആണ്, അപ്പോൾ 2 സ്ക്വയർ മൈനസ് മോഡുലസ് എ ഡോട്ട് ബി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എ ഡോട്ട് ബി എന്ന് പറയുന്ന കാര്യം എത്രയാണെന്ന് ഇരിക്കുന്നത് ഇവിടെ 12 ആണ്, അപ്പോൾ ഇത് വരും 12 സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു 100 ഇൻറ്റു 4 ആണ് വരിക, അതായത് 400 മൈനസ് 12ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 144 വിച്ച് ഇസ് ഈക്വൽ ടു 256. ഇപ്പോൾ മാഗ്നിറ്റ്യൂഡ് എ ക്രോസ് ബിയുടെ സ്ക്വയർ ആണ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മാഗ്നിറ്റ്യൂഡ് എ ക്രോസ് ബി എന്ന് പറയുന്ന കാര്യം √256 വിച്ച് ഇസ് ഈക്വൽ ടു 16. അടുത്ത ചോദ്യത്തിൽ നമുക്ക് ചെയ്യാനുള്ളത് വെക്ടർ എ എന്ന് പറയുന്ന കാര്യം തന്നിട്ടുണ്ട്, വെക്ടർ ബി എന്ന് പറഞ്ഞ കാര്യം നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് എ പ്ലസ് ബി എന്ന് പറയുന്ന വെക്ടറും എ മൈനസ് ബി എന്ന് പറയുന്ന വെക്ടറും പെർപെൻഡിക്കുലർ ആണെന്ന് തെളിയിക്കണം. എയും ബിയും പെർപെൻഡിക്കുലർ വെക്ടേഴ്സ് ആണെങ്കിൽ അവയുടെ ഡോട്ട് പ്രോഡക്റ്റ് 0 ആണ് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എ പ്ലസ് ബിയും എ മൈനസ് ബിയും പെർപെൻഡിക്കുലർ ആണെന്ന് തെളിയിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? എ പ്ലസ് ബി ഡോട്ട് എ മൈനസ് ബി ചെയ്ത് കഴിഞ്ഞാൽ അത് 0 ആണ് എന്നുള്ള കാര്യം കിട്ടിയാൽ മതി. എന്തായാലും നമുക്കൊന്ന് ചെയ്ത് നോക്കാം. വെക്ടർ എ പ്ലസ് വെക്ടർ ബി ഈക്വൽ ടു 3i പ്ലസ് ഐ എന്ന് പറയുന്നത് 4i മൈനസ് ജെ പ്ലസ് മൈനസ് 5j എന്ന് പറഞ്ഞാൽ -6j മൈനസ് 5k പ്ലസ് 3k എന്ന് പറഞ്ഞാൽ -2k
വെക്റ്റർ എ മൈനസ് വെക്റ്റർ ബി ഈക്വൽ ടു 3i മൈനസ് ഐ എന്ന് പറയുന്നത് 2i മൈനസ് ജെ മൈനസ് 5j എന്ന് പറയുമ്പോൾ -5k -3k എന്ന് പറയുന്നത് -8k. തൊട്ട് താഴെ a പ്ലസ് ബി ഡോട്ട് എ മൈനസ് ബി എന്ന് പറഞ്ഞ കാര്യം എഴുതുക. ഡോട്ട് പ്രോഡക്റ്റ് എങ്ങനെ കണ്ടുപിടിക്കുക? 4 × 2 പ്ലസ് -6 × 4 പ്ലസ് -2 × -8. 4 × 2 8 ആണ് വരിക. -24 പ്ലസ് 16 which is equal to 24 minus 24 which is equal to 0. Therefore, vector a plus b and vector a minus b are perpendicular. ഡോട്ട് പ്രോഡക്റ്റ് 0 കിട്ടിയത് കൊണ്ടാണ് നമ്മൾ പെർപെൻഡിക്കുലർ ആണെന്ന് പറഞ്ഞ് കണ്ടുപിടിക്കുന്നത്. ഈ വെക്ടറുകൾ ആഡ് ചെയ്യുകയും അതുപോലെ തന്നെ ഡിഫറൻസ് കണ്ടുപിടിക്കുകയും ചെയ്യുമ്പോൾ നമ്മളത് കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞ ആശയത്തിലൂടെ കണക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഉള്ളൊരു മാർഗ്ഗമാണ് നെക്സ്റ്റ് ഞാൻ പറയുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത് ഈ പറയുന്ന വെക്ടറിനെ പോയിന്റ് ആക്കി മാറ്റുക. പോയിന്റ് ആക്കി മാറ്റുമ്പോൾ എങ്ങനെ മാറ്റുന്നത്? 3 -1 -5 എന്ന് പറഞ്ഞ പോയിന്റ് ആക്കി മാറ്റുക. അതുപോലെ രണ്ടാമത്തെ വെക്ടറിനെ 1 -5 3 എന്ന് പറഞ്ഞ പോയിന്റ് ആക്കി മാറ്റുക. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇത് രണ്ടും തമ്മിൽ ആഡ് ചെയ്യാനാണ് ചെയ്യുന്നതെങ്കിൽ ആദ്യം കാണുന്ന ഈ എക്സ് കോർഡിനേറ്റുകൾ തമ്മിൽ ആഡ് ചെയ്യാം, അടുത്തത് വൈ കോർഡിനേറ്റുകൾ തമ്മിൽ ആഡ് ചെയ്യാം, അടുത്തത് ഇസഡ് കോർഡിനേറ്റ് തമ്മിൽ ആഡ് ചെയ്യാം. ആ അഡീഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാൽക്കുലേറ്റർ ഉപയോഗിക്കാം. അപ്പോൾ കാൽക്കുലേറ്റർ ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ 3 + 1 എന്ന് പറഞ്ഞാൽ 4 വരും, -1 + -5 എന്ന് പറഞ്ഞാൽ -6 വരും, -5 + 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -2 വരും. ഇനി നമ്മൾ വെക്ടർ എഴുതണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഇതിനെ ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇതിനെ ജെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇതിനെ കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ അഡീഷൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, അതേപോലെയാണ് എന്ത് വരുന്നത്? ഡിഫറൻസ് എന്ന് പറഞ്ഞ കാര്യം വരുന്നത്. അത് കാൽക്കുലേറ്റർ ഉപയോഗിച്ചുകൊണ്ട് കണക്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ് പറഞ്ഞത്. കാരണം പല കുട്ടികൾക്കും 2 മൈനസൊക്കെ കയറി വരുമ്പോൾ കൺഫ്യൂഷൻ വരാറുണ്ട്. അത് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കാൽക്കുലേറ്ററിൻ്റെ ആശയത്തിലൂടെ നമുക്ക് മുമ്പിലേക്ക് പോവാം. അപ്പോൾ മിസ്റ്റേക്കുകൾ കുറവായിട്ട് കിട്ടും. പക്ഷെ അത് ചെയ്ത് പ്രാക്ടീസ് വേണം, അല്ലെങ്കിൽ അവിടെയും പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം ഒന്ന് ശ്രദ്ധിക്കുക. നമുക്കിവിടെ 3 പോയിന്റുകൾ നമുക്ക് തന്നിട്ടുണ്ട്. ആ 3 പോയിന്റും കൊളീനിയർ പോയിന്റ് ആണ് എന്നുള്ളതാണ് ഷോ ചെയ്യാനുള്ളത്. ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം വെക്റ്റർ എ ബി എന്ന് പറയുന്ന ആശയം ഒന്ന് കണ്ടുപിടിക്കുക. വെക്റ്റർ എ ബി കണ്ടുപിടിക്കണമെങ്കിൽ ബിയിൽ നിന്ന് എ മൈനസ് ചെയ്യാം. ബിയിൽ നിന്ന് എ മൈനസ് ചെയ്യുമ്പോൾ എങ്ങനെ വരിക? 2-ൽ നിന്ന് 1 മൈനസ് ചെയ്യണം, അതുപോലെ 6-ൽ നിന്ന് 2 മൈനസ് ചെയ്യണം, അതുപോലെ 3-ൽ നിന്ന് 7 മൈനസ് ചെയ്യണം. ഒന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2 - 1 എന്ന് പറഞ്ഞാൽ 1 ആണ്, 6 - 2 എന്ന് പറഞ്ഞാൽ 4 ആണ്, 3 - 7 എന്ന് പറയുന്നത് -4 ആണ്. അടുത്തത് വെക്റ്റർ ബി സി എന്ന് പറഞ്ഞ ആശയം ചെയ്യാം. വെക്റ്റർ ബി സി ചെയ്യുമ്പോൾ സിയിൽ നിന്ന് ബി മൈനസ് ചെയ്യണം, 3-ൽ നിന്ന് 2 മൈനസ് ചെയ്യാം, 3 - 2, 10-ൽ നിന്ന് 6 മൈനസ് ചെയ്യാം, 10 - 6, -1-ൽ നിന്ന് 3 മൈനസ് ചെയ്യാം, അപ്പോൾ -1 -3 എന്ന് പറഞ്ഞ കാര്യം. ഒന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 3 - 2 എന്ന് പറഞ്ഞാൽ 1 വരും, 10 - 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 വരും, -1 -3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -4 എന്ന് പറഞ്ഞ കാര്യം വരും. വെക്റ്റർ എ സി എന്ന് പറയുന്ന ആശയം കണ്ടുപിടിക്കുക. വെക്റ്റർ എ സി കണ്ടുപിടിക്കുമ്പോൾ സിയിൽ നിന്ന് എ മൈനസ് ചെയ്യണം. സിയിൽ നിന്ന് എ മൈനസ് ചെയ്യുമ്പോൾ 3 - 1 എന്ന് പറഞ്ഞ കാര്യം വരും, 10 - 2 എന്ന് പറഞ്ഞ കാര്യം വരും, -1 -7 എന്ന് പറഞ്ഞ കാര്യം വരും. അത് ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2 8 -8. രണ്ട് രീതിയിൽ നമുക്ക് ഇതിനെ കണക്ട് ചെയ്യാം. മാഗ്നിറ്റ്യൂഡുകളിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് ഇതിനെ കൊളീനിയർ ആണെന്നുള്ള ആശയത്തിലേക്ക് എത്താം. അതും അല്ലെങ്കിൽ നിങ്ങളിവിടെ എഴുതിയിരിക്കുന്ന ഓർഡേർഡ് പെയറുകളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക. ഈ 2 ഓർഡേർഡ് പെയറുകൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഈ ഓർഡേർഡ് പെയറിലേക്ക് എത്തും. അങ്ങനെ കിട്ടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അങ്ങനെ എന്ത് വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. എ ബി വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡും ബി സി വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡും ആഡ് ചെയ്താൽ അത് എ സി വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡിന് ഈക്വൽ ആയിരിക്കും എന്നുള്ളതാണ്. ഇതിപ്പോൾ നമ്മൾ ബൈ ഒബ്സർവേഷനിലൂടെയാണ് പറഞ്ഞ്, അല്ലാതെ നമ്മൾ മാഗ്നിറ്റ്യൂഡ് കണ്ടെത്തിയിട്ട് തന്നെ കണക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് ഓരോ മാഗ്നിറ്റ്യൂഡുകളായിട്ട് കണ്ടുപിടിക്കുക, എന്നിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ സാധാരണ എല്ലാ ക്വസ്റ്റിലും ഇങ്ങനെ കിട്ടിക്കൊള്ളണമെന്നില്ല. നമ്മൾ കോമൺ ആയി പറയുന്ന ഒരു ഐഡിയ എത്രയേ ഉള്ളൂ. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ മാഗ്നിറ്റ്യൂഡ് എ ബി എന്ന് പറയുന്ന ആശയം കണ്ടുപിടിക്കും. √1 × സ്ക്വയർ 1, 4 × സ്ക്വയർ 16, 4 × സ്ക്വയർ 16, √33. അടുത്തത് മാഗ്നിറ്റ്യൂഡ് ബി സി എന്ന് പറഞ്ഞ ആദ്യം കണ്ടുപിടിക്കും. √1 × സ്ക്വയർ 1, 4 × സ്ക്വയർ 16, -4 × സ്ക്വയർ 16. വീണ്ടും എന്ത് തന്നെ വരും? √33 എന്ന് പറഞ്ഞ കാര്യം വരും. നെക്സ്റ്റ് മാഗ്നിറ്റ്യൂഡ് എ സി ഈക്വൽ ടു √2 ൻ്റെ സ്ക്വയർ 4 വരും, 8 ൻ്റെ സ്ക്വയർ 64 വരും, -8 ൻ്റെ സ്ക്വയർ 64 വരും. ഇറ്റ് ഈസ് ഈക്വൽ ടു √132. ഇവിടെ നിന്ന് നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്നത് മാഗ്നിറ്റ്യൂഡ് എ ബി പ്ലസ് മാഗ്നിറ്റ്യൂഡ് ബി സി.
ഈക്വൽ ടു √33 പ്ലസ് √33 ഈക്വൽ ടു എന്ന് പറയാൻ നമുക്ക് 2√33 എന്ന് പറഞ്ഞു എഴുതാം. ഈ 2 എന്ന് പറയുന്ന കാര്യം റൂട്ടിനകത്തേക്ക് പോകുമ്പോൾ നമുക്ക് അതിനെ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, 4 × 33 എന്ന് പറഞ്ഞു എഴുതാം. അതായത് √132. ഇത് ശരിക്കും എന്ത് തന്നെയാണ്, മാഗ്നിറ്റ്യൂഡ് AC എന്ന് പറഞ്ഞ കാര്യം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം, therefore A, B, C are collinear. അപ്പോൾ എപ്പോഴും അവിടെ വർക്ക് ചെയ്യുന്ന ഐഡിയ എന്ന് പറയുന്നത് എന്താണ്, മാഗ്നിറ്റ്യൂഡ് AB പ്ലസ് മാഗ്നിറ്റ്യൂഡ് BC ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് AC. ഇങ്ങനെ ഒരു കാര്യം കിട്ടുകയാണെങ്കിൽ എയും ബിയും സിയും എന്താണെന്ന് പറയാം, നമുക്ക് കൊളീനിയർ പോയിന്റ്സുകളാണ് എന്ന് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാം. ഇതേപോലെ വേണമെങ്കിൽ ഈ പോയിന്റുകളൊക്കെ തന്നിട്ട് റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ വെർട്ടിസസ് ആണെന്ന് തെളിയിക്കാൻ പറയാം. അങ്ങനെ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, AB വെക്ടർ കാണും, BC വെക്ടർ കാണും, AC വെക്ടർ കാണും. മാഗ്നിറ്റ്യൂഡുകൾ കണ്ടെത്തും, അതിൻ്റെ എല്ലാം സ്ക്വയറുകൾ എടുക്കും. സ്ക്വയറുകൾ എടുത്തിട്ട് ഏതെങ്കിലും രണ്ടെണ്ണം ആഡ് ചെയ്താൽ മൂന്നാമത്തേലേക്ക് എത്തുന്നുണ്ടോ എന്ന് നോക്കും. ഇവിടെ സ്ക്വയറുകൾ പ്രത്യേകം എടുക്കാനുണ്ടായ കാരണം എന്താണ്, റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ വെർട്ടിസസ് ആണെങ്കിൽ അവിടെ പൈതഗോറസ് തിയറം എന്ന് പറയുന്ന കാര്യം വർക്ക് ചെയ്യും. പൈതഗോറസ് തിയറം നമ്മൾ പഠിച്ചിരിക്കുന്നത് എന്താണ്, ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അവിടെ എല്ലാം സ്ക്വയർ ഉള്ളത് കൊണ്ടാണ് നമ്മൾ മാഗ്നിറ്റ്യൂഡിനെയൊക്കെ സ്ക്വയർ ചെയ്ത് ആലോചിക്കുന്നത്. ഇത്രയും ചോദ്യങ്ങളാണ് വെക്ടർ ആൾജിബ്ര എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉള്ളത്. നിങ്ങൾക്ക് പഠിക്കാനായിട്ട് വരുന്നതും ഈ പറയുന്ന കാര്യങ്ങളാണ്. ഫോക്കസ് ഏരിയയുമായി ബന്ധപ്പെട്ട എല്ലാ ഭാഗങ്ങളും ക്വസ്റ്റ്യൻസുകളിലൂടെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. പ്രധാനമായും പഠിച്ചിരിക്കേണ്ട ഫോർമുലാസുകൾ ഏതൊക്കെയാണ് എന്നുള്ളതൊക്കെ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ക്ലാസ് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, സെക്കൻഡ് ക്ലാസ് ഒബ്സർവ് ചെയ്യുക. ഫസ്റ്റ് ക്ലാസ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ക്ലാസ്സിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് തനിയെ വർക്ക് ചെയ്യാവുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ നിങ്ങൾ ഈ വെക്ടർ ആൾജിബ്ര എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കേണ്ടത് ഇപ്പോൾ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞ 14 ക്വസ്റ്റ്യൻസുകളും നിങ്ങൾ നല്ലതുപോലെ പഠിക്കുക. സമയം കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇതേ മോഡലിലുള്ള ചോദ്യങ്ങൾ ടെക്സ്റ്റ് ബുക്കിലോ അല്ലെങ്കിൽ ഗൈഡുകളിലോ ഒക്കെ ആയിട്ട് അവൈലബിൾ ആണ്. ആ ക്വസ്റ്റ്യൻസുകൾ ഒന്ന് തനിയെ വർക്ക് ചെയ്ത് ഒന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ കുറേയധികം മോഡൽസുകൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഏത് ചോദ്യം വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് ആ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുകയും ചെയ്യും. പെട്ടെന്ന് നിങ്ങൾക്ക് വെക്ടർ ആൾജിബ്രയിൽ നിന്നുള്ള മാക്സിമം മാർക്കിലേക്ക് എത്താൻ വേണ്ടി പറ്റുകയും ചെയ്യുന്നു. പിന്നെ സബ് ക്വസ്റ്റ്യൻസുകളായിട്ടാണ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദ്യങ്ങൾ ഉണ്ടായിരിക്കുക. നിങ്ങൾക്ക് അറിയാവുന്ന സബ് ക്വസ്റ്റ്യൻ ഏതാണോ ആ സബ് ക്വസ്റ്റ്യൻ മാത്രമായിട്ട് എഴുതുകയൊക്കെ ചെയ്യാം. ഇപ്പോഴത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു പാറ്റേൺ അങ്ങനെയൊക്കെയാണ് കിടക്കുന്നത്. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നത് വെക്ടർ ആൾജിബ്ര എന്ന് പറയുന്ന ചാപ്റ്ററിലൊക്കെ ആയിരിക്കും. ചിലപ്പോൾ ഫസ്റ്റും തേർഡും നമുക്കറിയില്ല, സെക്കൻഡ് മാത്രം അറിയുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ കൃത്യമായ നമ്പർ ഇടുക, സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ് അതിൻ്റെ ആൻസർ മാത്രം എഴുതി വയ്ക്കുക. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതി വെക്കാൻ വേണ്ടി പറ്റും. എന്തായാലും ഫോക്കസ് ഏരിയയുമായി കണക്ട് ചെയ്യാവുന്ന ഫോർമുലാസുകളും അതുപോലെയുള്ള ക്വസ്റ്റ്യൻസുകളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. പുതിയൊരു ചാപ്റ്ററുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.